ശിവക്ഷേത്രത്തിൽ വളരെ പ്രത്യേകതകൾ പ്രദക്ഷിണത്തിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും, ക്ഷേത്രവിശ്വാസികളായ എല്ലാവർക്കും അറിയാം. പുറത്തെ പ്രദക്ഷിണം പൂർണ്ണമായിട്ട് പതിവുണ്ടെങ്കിലും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ പ്രദക്ഷിണം പതിവില്ല. പകരം പ്രദക്ഷിണം വലതുവശത്ത്, നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ വലതുവശത്ത് ദേവനെ, വലത്തെ കൈ ദേവന് ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കി ആ പ്രദക്ഷിണം ഏതാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഓവിൻ്റെ അതുവരെ ചെല്ലുക. അവിടെ സോമരേഖ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. സോമരേഖ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തിൻ്റെ അധിപനാണ് സോമൻ. ഈ സോമനോട് ചേർന്ന് ആണ് സോമരേഖ കടന്നു പോകുന്നത്. ഈ സോമരേഖ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു ശിവക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു സങ്കേതമാണ്. ആ സോമരേഖ മുറിച്ച് കടക്കാതെ തിരിച്ച് വീണ്ടും പ്രദക്ഷിണമായി തന്നെ വന്ന്, അതായത് സോമരേഖ വരെ, അതുവഴി തിരിച്ചു വന്ന് സോമരേഖ വരെ പോയി തൊഴുത് വീണ്ടും നടക്കലേക്ക് വരിക എന്നുള്ളതാണ് ഒരു ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിൻ്റെ ക്രമം.